friends, welcome to CC Plus. ഞാൻ ശ്രീകല ശ്രീരഞ്ജ്. നീറ്റ് എക്സാം 2025 റിസൾട്ട് വന്നു അല്ലേ? റീസെൻ്റ്ലി പത്രവാർത്തകളിലെല്ലാം നമ്മൾ അറിഞ്ഞു. ഓൾ ഇന്ത്യ ലെവലിൽ റാങ്ക് എടുത്ത് നോക്കുമ്പോൾ ആദ്യത്തെ 100 റാങ്കിൽ വരുന്ന കേരളയിൽ നിന്നുള്ള കുട്ടികളുടെ എണ്ണം അല്ലെങ്കിൽ മലയാളി കുട്ടികളുടെ എണ്ണം വളരെയധികം കുറവാണ്. ശരിയാണ്, നമ്മൾ പല പത്രങ്ങളിലും പരസ്യങ്ങളിലും ഒക്കെ റാങ്കുകൾ 100-ൽ താഴെ കാണുന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലുള്ളവരുടെ റാങ്കാണ് പലപ്പോഴും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓൾ ഇന്ത്യ ലെവലിൽ റാങ്ക് എടുക്കുമ്പോൾ ആദ്യത്തെ 100 റാങ്കിൽ വരുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. കേരളത്തിൽ ഇത്രയധികം കോച്ചിങ് സ്ഥാപനങ്ങളുണ്ട്, പണ്ട് കാലം മുതലേ ഉണ്ട് അല്ലേ? കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ തന്നെ പഠിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിലാണെങ്കിൽ പോലും എഞ്ചിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസിന് കേരള എൻട്രൻസ് നടത്തുന്ന സമയത്ത് തന്നെ അത്യാവശ്യം മത്സര ബുദ്ധിയോടുകൂടി കുട്ടികൾ പങ്കെടുക്കുകയും അധ്യാപകർ അവരോടൊപ്പം നിൽക്കുകയും ഹോസ്റ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും കുട്ടികളെ അതിനുവേണ്ടി ആക്കുകയൊക്കെ ചെയ്തിരുന്നു. കുറച്ച് കാലങ്ങൾ നമ്മൾ എല്ലാവരും ഇതിൻ്റെ പുറകെയായിരുന്നു. അപ്പോൾ ആ ഒരു കോച്ചിങ് സിസ്റ്റം എല്ലാം പുതിയതും എല്ലാം ഇപ്പോൾ ഒരുപാടുണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ആദ്യത്തെ 100 റാങ്കിൽ നമ്മുടെ കുട്ടികൾ വരാത്തത്? നമ്മുടെ സിലബസിൻ്റെ ഇഷ്യൂ ആണോ? NCERT സിലബസും SCERT സിലബസും തമ്മിലുള്ള വ്യത്യാസമാണോ അതിന് കാരണം? ഒരിക്കലുമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, +1 +2 സിലബസ് എന്ന് പറയുന്നത് NCERTയും SCERTയും ഒക്കെ ഒട്ടും വ്യത്യാസമില്ല എന്ന് പറയാൻ വരുന്ന സിലബസ് തന്നെയാണ്. അത്യാവശ്യം ആ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈൽ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതും NCERT SCERTയിൽ സെയിം തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു മത്സര പരീക്ഷയിൽ വേണ്ട രീതിയിൽ ആ ഒരു ആദ്യത്തെ 100 റാങ്കിൽ എത്താൻ സാധിക്കാത്തത്? അവിടെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടും പാരൻസ് എന്ന നിലയിലും ടീച്ചേഴ്സ് എന്ന നിലയിലും നമ്മുടെ കുട്ടികൾ പരീക്ഷകൾ കണ്ടു തുടങ്ങുന്ന സമയമാണ്. നമ്മുടെ കുട്ടികൾ എപ്പോഴാണ് പരീക്ഷകൾ കണ്ടു തുടങ്ങുന്നത്? ക്ലാസ് ടെസ്റ്റുകളും ഓണം എക്സാംസും അതൊന്നും അല്ലാതെ 10ാം ക്ലാസ്സിലെ മോഡൽ എക്സാമും അല്ലാതെ ഇവിടെ നമ്മുടെ കുട്ടികൾ എപ്പോഴാണ് മത്സര പരീക്ഷകൾ കണ്ടു തുടങ്ങുന്നത് അല്ലെങ്കിൽ OMR പരീക്ഷകൾ കണ്ടു തുടങ്ങുന്നത് എപ്പോഴാണ്? ഈ ഒരു നീറ്റ് എക്സാമിനായിരിക്കും പല കുട്ടികളും ഈ പരീക്ഷ കാണുന്നത് അല്ലേ? USS LSS സ്കോളർഷിപ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ വളരെ കുറച്ച് പേര് മാത്രമാണ് അതിനെ സീരിയസ് ആയിട്ട് കണ്ട് അതിനെ പഠിച്ച് എഴുതുന്ന കുട്ടികൾ എന്ന് പറയുന്നത്. USS LSS മാത്രമല്ല, നവോദയ സ്കൂൾ എൻട്രൻസ് ഉണ്ട്. അതുപോലെ തന്നെ നവോദയ സ്കൂൾ എൻട്രൻസ് തന്നെ 5ലും 9ലും ഉണ്ട്. അതോടൊപ്പം തന്നെ ആർമി സ്കൂളുകളിലേക്കുള്ള എൻട്രൻസ്, അങ്ങനെ ഒരുപാട് സ്കോളർഷിപ്പ് പരീക്ഷകൾ, ഇതെല്ലാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന പരീക്ഷകളാണ്, OMR പരീക്ഷകളാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ കുട്ടികളെ അതിൽ പങ്കെടുപ്പിക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ റെലവൻസ് അറിയാതെ പോകുന്ന ഒരു കാര്യമാണ്. ഇത് എങ്ങനെ കുട്ടിയെ ബാധിക്കുന്നു? ഇവിടെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾക്ക് ഈ ഒരു എക്സാമിനേഷൻ സ്കിൽ, നമുക്കറിയാം നമ്മുടെ കുട്ടികൾ പലരും സിവിൽ സർവീസ് ആസ്പിറൻസ് ആവാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്കാണെങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് അത്യാവശ്യമാണ്. ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന കാര്യങ്ങൾ പ്രോബ്ലം സോൾവിങ്, ലോജിക്കൽ തിങ്കിങ്, ഇതെല്ലാം അവർക്ക് നാച്ചുറലി ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ പലർക്കും ആപ്റ്റിറ്റ്യൂഡ് സെഷൻസും ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ്സസും ടെക്സ്റ്റും ഒക്കെ ഉണ്ട്. പക്ഷെ പലപ്പോഴും നമുക്കറിയാം സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്ന ആ ഇമ്പോർട്ടൻസോട് കൂടി ഈ GK അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് വിഷയങ്ങളെ പലപ്പോഴും അധ്യാപകരായാലും പാരൻസ് ആയാലും ഡീൽ ചെയ്യാറില്ല. അപ്പോൾ അവിടെ നമ്മൾ കുറച്ചും കൂടി എംഫസിസ് ഈ ഒരു റീസണിങ്ങിനും ഒക്കെ കൊടുക്കണം. പത്രവായന അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴാണ് തീർച്ചയായിട്ടും പത്രം വായിപ്പിക്കുന്നുണ്ട്, സ്കൂളുകളിലായാലും നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയുന്നുണ്ട്. എങ്കിൽ പോലും മത്സര പരീക്ഷകളിൽ, ഇപ്പോൾ നീറ്റ് പോലുള്ള പരീക്ഷ അല്ലെങ്കിൽ തന്നെ ഒരുപാട് മത്സര പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സ് വളരെ റെലവൻ്റ് ആണ്. അവിടെയും നമ്മുടെ കുട്ടികൾ പുറകോട്ട് പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, പഠനത്തിൽ അവർ ശ്രദ്ധിക്കുമ്പോൾ മറ്റുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങളിലും സ്പോർട്സ് പരമായ കാര്യങ്ങളിലും ഇന്ന് പണ്ടത്തേതിനേക്കാളും പ്രാധാന്യം പാരൻസും അധ്യാപകരും നൽകുമ്പോഴും അവരുടെ ബേസിക് ആയിട്ടുള്ള എക്സാമിനേഷൻ സ്കിൽസിനെ വളർത്താൻ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അതിനാണ് നമ്മൾ ഇനി പ്രയോറിറ്റി കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഇനി വരും തലമുറയ്ക്ക്, പ്രത്യേകിച്ച് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നീറ്റ് എക്സാം എഴുതുന്നതിന് 2 കൊല്ലം മുമ്പോ അല്ലെങ്കിൽ 3 കൊല്ലം മുമ്പോ അല്ല. നമ്മുടെ കുട്ടികൾ ഒരു 5ാം ക്ലാസ് ആവുന്ന മുതലേ നമ്മൾ ഈ ഒരു കാര്യം അവരുടെ ഉള്ളിലേക്ക് ഇംബൈബ് ചെയ്ത് തുടങ്ങണം. എത്ര ചെറുപ്പത്തിലേ നമുക്ക് ഇംബൈബ് ചെയ്യാൻ പറ്റുമോ അത്ര ചെറുപ്പത്തിലേ അവർ അതിനോട് അഡാപ്റ്റ് ആവും. ഒരു +1 +2 സമയത്ത്, ഒരു 10th സമയത്ത് നമ്മൾ അവർക്ക് ഓൾറെഡി ഒരു പ്രഷറിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ആ പ്രഷറിൽ നമ്മൾ ഈ സ്കില്ലും കൂടി ഉൾപ്പെടുത്താൻ നിന്നാൽ ഒരിക്കലും അത് വർക്കൗട്ട് ആവണമെന്നില്ല. കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിരിക്കുന്ന സമയത്ത്, കുട്ടികളുടെ മൈൻഡ് ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത്, ബ്രെയിൻ കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ആദ്യത്തെ 12 വയസ്സ് വരെയുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു എക്സാം സ്കില്ല് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്കില്ലിനോടൊപ്പം തന്നെ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് എക്സാം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാം എഴുതി ശീലമുണ്ട് സ്കൂളുകളിൽ. പക്ഷേ മിനിമൽ ടൈമിൽ, ഇപ്പം പല സ്കൂളുകളിലും നമുക്കറിയാം സ്പീഡ് ടെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട് മാത്സിന്. അത് കൂടാതെ തന്നെ മിനിമൽ
ടൈമിൽ ഇത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പല വിഷയങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അവർ അഭിമുഖീകരിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പം നവോദയ എൻട്രൻസ് എക്സാം വരുമ്പോൾ പാരൻസ് ചിന്തിക്കുന്ന ഒരു കാര്യം, എൻ്റെ കുട്ടികളെ ഞാൻ വിടുന്നില്ല, ഓക്കെ, ഞാൻ എന്തായാലും നവോദയ സ്കൂളുകളിൽ വിടുന്നില്ല എന്ന് ചിന്തിക്കുന്ന പാരൻസ് ഉണ്ടാവും, അത് അവരുടെ ഇഷ്ടം. എങ്കിൽ പോലും, അല്ലെങ്കിൽ ഏതൊരു പരീക്ഷയാണെങ്കിലും അതുകൊണ്ട് ഇപ്പം എന്താ കാര്യം എന്ന് ചിന്തിക്കുന്നത് ഞാൻ അടക്കമുള്ള പാരൻസ് ചിന്തിക്കുന്ന, പലപ്പോഴും നമ്മുടെ സമയക്കുറവ് കൊണ്ടൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കുട്ടി എക്സാം ക്ലിയർ ചെയ്യണം, അതിനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഇങ്ങനെയുള്ള എക്സാംസിനെ ഒരു മാർഗമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു ഉപാധിയായിട്ട് എടുക്കുക, അതിലേക്ക് നമുക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരാൻ സാധിക്കണം. വളരെ ചെറിയ എഫേർട്ട് മാത്രമാണ് നമുക്കതിന് വേണ്ടത്. പക്ഷെ നമ്മൾ അതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ ഇങ്ങനെയുള്ള നമ്മുടെ കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. മറക്കണ്ട, നവോദയ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട സമയമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 6ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും ഉദ്യോഗാർത്ഥികൾക്ക്, കുട്ടികൾക്ക് നവോദയ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. വെറുതെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അവരുടെ സിലബസിനെ കൃത്യമായി മനസ്സിലാക്കി പഠിപ്പിക്കാൻ നമ്മുടെ സൈഡിൽ നിന്നും ഒരു ശ്രമം ഉണ്ടാവണം. ഇപ്പോൾ 6ാം ക്ലാസ്സിൽ നവോദയ എന്ന് പറഞ്ഞാൽ റീസണിങ്ങിനും അതുപോലെ തന്നെ മാത്സിനും നല്ല പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു പേപ്പറാണ്. അവിടെ കൃത്യമായിട്ട് ആ ഒരു പേപ്പർ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയാൽ അവിടെ നവോദയ സ്കൂൾ ടെസ്റ്റ് പാസ്സാവുന്നതിനേക്കാൾ ഉപരി കുട്ടികളിൽ ഈ പറയുന്ന ആപ്റ്റിറ്റ്യൂഡ് സ്കിൽസ്, അവരുടെ പഠന പ്രവർത്തനങ്ങളിൽ, അവരുടെ അക്കാഡമിക്സിൽ സാരമായ ഡിഫറൻസ് കുട്ടികളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനോടൊപ്പം എൻഷുർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ നവോദയയ്ക്ക് അപ്ലൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. എന്തുകൊണ്ട് ഞങ്ങളിത് പറയുന്നു എന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് നവോദയ കോച്ചിങ്ങിൽ, അല്ലെങ്കിൽ കുട്ടികൾക്കായിട്ടുള്ള മത്സര പരീക്ഷകൾ, പ്രധാനമായിട്ടും നവോദയ അല്ലെങ്കിൽ ആർമി സ്കൂൾ പരീക്ഷകൾ, USS LSS ഇങ്ങനെയുള്ള കോച്ചിങ് രംഗത്ത് ഉദ്യോഗാർത്ഥികളോടൊപ്പം കുറച്ചധികം വർഷങ്ങളായിട്ട് CC+ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് സാധിക്കും. നമ്മുടെ പുതിയ നവോദയ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ മറക്കാതെ കുട്ടികളെ കൊണ്ട് അപ്ലൈ ചെയ്യിക്കുക. കുറച്ച് നേരത്തെ പണിയേ ഉള്ളൂ, പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും അത് വലിയൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. അവർക്ക് അതിൻ്റെ റെലവൻസ് അറിയില്ല, പക്ഷേ ഫ്യൂച്ചർ തിങ്കിങ്ങിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഇത് എത്രത്തോളം അവർക്ക് വേണം എന്നുള്ളത്. സോ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ഫ്രീ ഗ്രൂപ്പ്സിൽ ജോയിൻ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.